എൻ്റെ വീട്ടിൽ ഇതുപോലെ ഓർക്കിഡ് പുഷ്പങ്ങൾ ഉണ്ടായത് ഞാൻ വെള്ളമൊഴിച്ചിട്ടും വളമിട്ടിട്ടും മാത്രമല്ല, പക്ഷേ നമ്മൾ ഇതുപോലെ ഓർക്കിഡ് വളർന്ന് അതിൻ്റെ ചട്ടി കഴിഞ്ഞ് വേരുകളൊക്കെ പുറത്തേക്ക് വന്ന ഒരു ഓർക്കിഡ് 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീപോട്ടിംഗ് എന്നുള്ള പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ ഓർക്കിഡ് ഇതുപോലെ പുഷ്പങ്ങൾ നമുക്ക് തരുവുള്ളൂ. സോ റീപോട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനു മുമ്പ് ഹൗസ് ഓഫ് ഓർക്കിഡ്സ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാ വീഡിയോൻ്റെയും നിങ്ങൾക്ക് ഫോണിൽ വരും. അപ്പോൾ നിങ്ങളത് ഓർക്കിഡ് കെയർ ചെയ്യാനുള്ള വീഡിയോസ് കാണണം. സോ നമുക്ക് പോകാം ഓർക്കിഡ് റീപോട്ടിംഗ് പ്രൊസീജിയറിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു മദർ ഓർക്കിഡ് ഒരുപാട് വളർന്ന് നമ്മുടെ പോട്ടും കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് കെയറൊക്കെ കിട്ടാതെ അതിൻ്റെ കുറച്ച് വേരുകൾ ഡ്രൈ ആയി പോയിട്ടുണ്ട്. അതുപോലെ അകത്ത് വേര് സ്റ്റക്കായി അതിനി വളരാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 2 പോട്ടിലേക്കാണ് ഈ ഒരു ഓർക്കിഡ് റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് വലുതായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 2 പോട്ടിലേക്ക് നമുക്ക് ഓർക്കിഡ് റീപോർട്ട് ചെയ്യാം. സോ ആ റീപോർട്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനിന്നിവിടെ പറയാം. നമ്മൾ അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓർക്കിഡ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ 2 പോട്ടിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ നമ്മളതിന് പ്രശ്നം വരും. സോ നമുക്ക് പോകാം റീപോർട്ടിംഗ് പ്രൊസീജിയറിലേക്ക്. റീപോർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പം നമുക്ക് കാണാം, ഈ ഒരു പോട്ടിൽ ഈ ഓർക്കിഡ് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഈ റീപോർട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓർക്കിഡ് ഈ പോട്ടിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പോൾ എനിക്കിത് കുറച്ച് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ ഒരു വലിയ കത്തി കൊണ്ട് ഈ ഓർക്കിഡ് ഈ പോട്ടിൽ നിന്ന് വിടിയിപ്പിച്ചിട്ട് വേണം നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ. അധികം പ്രശ്നം വരാതെ ഇതുപോലെ ഓർക്കിഡ് പോട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ഓർക്കിഡ് പോട്ടിൽ നിന്ന് പുറത്തെടുത്തു. ഇനി നമുക്ക് ഫർദർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് റൂട്ട്സ് റോട്ടായിട്ടുള്ളത് എന്നൊന്ന് നിരീക്ഷിച്ചിട്ട് അതിന് വലിയ പ്രശ്നം പറ്റാതെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പണ്ടത്തെ പോട്ടിംഗ് മീഡിയം നമുക്കിതിൽ നിന്ന് ഊരിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് റീപോർട്ടിങ് ചെയ്യാൻ. സോ നമുക്ക് പോകാം അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പഴയ പോട്ടിംഗ് മിക്സ് അത് ഓൾമോസ്റ്റ് ദ്രവിച്ച് പോയിട്ട് നമുക്ക് കാണാം. അതിന് നമുക്ക് ഈ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഉപകാരവും ചെയ്യില്ല. സോ നമ്മൾ പഴയ പോട്ടിംഗ് മിക്സ് ഈ ഓർക്കിഡിൻ്റെ വേരിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ പതുക്കെ റിമൂവ് ചെയ്യണം. വേരുകൾക്ക് അധികം ക്ഷതം പറ്റാതെ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള വേരുകൾക്ക് അധികം ക്ഷതം പറ്റാതെ ഈ പോട്ടിംഗ് മിക്സ് നമുക്ക് വലിച്ചൂരിയെടുക്കാം. ഡെൻഡ്രോബിയം ആയതുകൊണ്ട് അധികം പ്രശ്നം നമുക്കിവിടെ നേരിടേണ്ടി വരില്ല. നമ്മൾ കുറച്ച് റഫായിട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഡെൻഡ്രോബിയം സർവൈവ് ചെയ്തോളും. പക്ഷെ മറ്റ് ഓർക്കിഡുകളാണെങ്കിൽ നമ്മൾ ഇതുപോലെ അല്ല പ്രൊസീജിയർ ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇതുപോലെ പഴയ പോട്ടിംഗ് മിക്സ് വേരുകളുടെ ഇടയിൽ നിന്ന് പതുക്കെ വലിച്ചൂരി എടുത്ത് കംപ്ലീറ്റ്ലി നമുക്കൊന്ന് വലിച്ചൂരി എടുക്കാം. ഇത് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് വലിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഓർക്കിഡിൻ്റെ എല്ലാ ആവശ്യമില്ലാത്ത പഴയ പോട്ടിംഗ് മിക്സ് ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഞാനൊന്ന് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാ പോട്ടിംഗ് മിക്സും പഴയത് നമുക്ക് തിരിച്ച് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഊരിയെടുത്ത് ഇനി ഇതിൽ നമുക്ക് ഈ നടുക്കുന്ന് ഏകദേശം ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. എന്നിട്ട് ഞാൻ 2 പോട്ടിലേക്ക് നടണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ ദ്രവിച്ച് പോയ പഴയ വേരുകൾ കട്ട് ചെയ്ത് കളയണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് കട്ടിംഗ് ആണ്. സോ ഈ കത്രിക നിങ്ങളൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുക, ചൂടാക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ വെച്ചൊന്ന് കഴുകുക, അല്ലെങ്കിൽ ആൽക്കഹോൾ വെച്ചൊന്ന് കഴുകുക. എന്നിട്ട് വേണം നമ്മളിങ്ങനെ ഓർക്കിഡിനെ കട്ട് ചെയ്യാൻ. ഇതിൻ്റെ ആവശ്യമില്ലാത്ത റോട്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന റൂട്ട്സ്, അഥവാ ചീഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന റൂട്ട്സൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഓർക്കിഡിന് രണ്ടാമത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ആരോഗ്യമുള്ള റൂട്ട്സ് മാത്രം ബാക്കി വെച്ചാൽ മതി. നമുക്ക് റോട്ടനായിട്ടുള്ള റൂട്ട്സ് ബ്രൗൺ കളറായിരിക്കും, അതുപോലെ ഞെക്കിക്കഴിഞ്ഞാൽ ഞെങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആരോഗ്യമില്ലാത്ത റൂട്ട്സിനെ തിരിച്ചറിയുന്നത്. എന്നിട്ട് ഇതുപോലെ വെള്ള നിറത്തിൽ ബലമുള്ള റൂട്ട്സ് നമ്മൾ ഓർക്കിഡിൽ ബാക്കി വയ്ക്കുക, അതിനെ കട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെ കംപ്ലീറ്റ്ലി റോട്ടൻ റൂട്ട്സ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആരോഗ്യമുള്ള റൂട്ട്സ് മാത്രം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇനി ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 സെപ്പറേറ്റ് പോട്ടിൽ ഇങ്ങനെ വയ്ക്കാം. സോ നമുക്ക് പറിച്ചെടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ നമുക്കിതുപോലെ അടർന്ന് വരുന്ന എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്കത് കളയാം. കാരണം ഈ ആരോഗ്യമുള്ള ബാക്കിയുള്ള 3 വലിയ തണ്ടുകൾ കണ്ടോ, ഇത് മതി നമുക്ക് ഈ ഓർക്കിഡ് നടുമ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ. പിന്നെ ഈ ആരോഗ്യമുള്ള റൂട്ട്സും അതുപോലെ ഈ 3 ആരോഗ്യമുള്ള തണ്ടുകളും
നമുക്ക് പുതിയൊരു പോട്ടിൽ നടാം. അതുപോലെ നമുക്ക് അടർന്നു വരുന്ന അഴുകിപ്പോയ പീസോ അല്ലെങ്കിൽ അഴുകിപ്പോയ സ്റ്റെമ്മോ നമുക്ക് പറിച്ച് കളയാം. ഇത് നമുക്ക് നടാം. രണ്ടാമത്തെ പീസായ ഇതും നമുക്ക് രണ്ടാമത്തെ പോട്ടിൽ നടാം. ഇനി ഇതുപോലെ ആവശ്യമില്ലാത്ത സ്റ്റെംസ് ഞാൻ റിമൂവ് ചെയ്യാണ്. ഈ സ്റ്റെമ്മ് ഞാൻ കളയില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഓർക്കിഡ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ ഉറപ്പ് വരുത്തുക, ആരോഗ്യമുള്ളൊരു സ്റ്റെമ്മ് ഓർക്കിഡിൽ വേറെ വേണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 ഓർക്കിഡ് ഞാൻ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിൽ മുക്കുകയാണ്. കാരണം നമ്മളിത് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് അതിൽ ഓപ്പൺ വൂണ്ടുണ്ട്. അപ്പോൾ അത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ ഓർക്കിഡിന് പിന്നെ ചീച്ചിൽ വരില്ല. സ്യൂഡോമോണാസിൻ്റെ അളവ് ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളതുപോലെ ഇത് 2 മുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇൻഡോഫിൽ എന്ന് പറഞ്ഞ കോണ്ടാക്ട് ഫംഗിസൈഡ് വെള്ളത്തിൽ പേസ്റ്റാക്കി ഞാൻ കട്ട് ചെയ്ത സ്ഥലത്തെല്ലാം പരട്ടുവാണ്, ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. ഇനി നമ്മൾ ഇത് നടാനുള്ള പോട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ആയ കുഴപ്പമില്ല. പക്ഷേ സൈഡിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അടിയിലും ഹോൾസ് വേണം, എന്നാലാണ് വെള്ളം കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്തു പോകുള്ളൂ. ഇനി നമ്മൾ ഹോൾസ് ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതുപോലെ അത് പറിച്ചെടുക്കണം, എന്നിട്ട് ഹോൾസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചെറിയ സിസേഴ്സോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് കുത്തി നമ്മൾ അതിൽ ഹോൾസ് താഴ്ത്തുണ്ടാവുന്ന ഉറപ്പ് വരുത്താം. ഇനി നമ്മൾ റീപോട്ടിങ്ങിന് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഓടിൻ്റെ കഷ്ണങ്ങളാണ്. കാരണം ഈ വലിയ ഓർക്കിഡ് ഞാൻ വയ്ക്കുമ്പോൾ എൻ്റെ പോട്ടിന് വെയിറ്റ് കുറവായതുകൊണ്ട് എനിക്ക് വെയിറ്റ് ആവശ്യമുണ്ട്. സോ പോട്ടിനൊരു വെയിറ്റ് വരാൻ വേണ്ടി ഞാൻ ആദ്യം ഓടിൻ്റെ കഷ്ണങ്ങളാണ് അടിയിലിടുന്നത്. ഇതുകൊണ്ട് രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കൂടെ വാട്ടർ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തു പോകാൻ എളുപ്പമാവും. അതുപോലെ കരി നമ്മൾ എന്തായാലും കൂടുതൽ ഉപയോഗിക്കേണ്ട കരിയാണ്. കാരണം ഓർക്കിഡിൻ്റെ വേരുകൾ ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്നത് കരിയിലേക്കാണ്. പിന്നെ നമ്മൾ ഓടിൻ്റെ കഷ്ണം ഞാൻ ചേർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇനി എൻ്റെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൊക്കോ ബിറ്റ്സ് ആണ്. അപ്പോൾ ഞാനിതുപോലെ കൊക്കോ ബിറ്റ്സ് കുറച്ച് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചകിരി കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓർക്കിഡ് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാം. ചകിരി നമ്മൾ യൂസ് ചെയ്യണം, പക്ഷേ അതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും താഴെയും അധികം ചകിരി ഇടാതിരിക്കുക. കാരണം ചകിരി ഒച്ചിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ തൂക്കിയിടുകയാണ് ചെയ്യാറ്. ഓർക്കിഡ് തൂക്കിയിടുകയാണെങ്കിൽ ഒച്ചും മറ്റ് ജന്തുക്കളും അധികം വരില്ല. അപ്പം നിങ്ങൾ അങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ ചകിരി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അടുത്തത് ചകിരി ഒരുപാട് കൂടി കഴിഞ്ഞാൽ എപ്പോഴും നനച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. സോ ചകിരി കൂടുതലിടുമ്പോൾ അധികം നനയ്ക്കാതിരിക്കുക. ഇനി ഞാൻ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും കൂടി ഈ കംപ്ലീറ്റ് പോട്ട് ഞാൻ സ്യൂഡോമോണാസ് ലൈനിൽ മുക്കുകയാണ്. കാരണം ഞാൻ ഒരുപാട് ചകിരി ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലാണ് നനയ്ക്കാറുള്ളൂ. സോ ഞാൻ കൂടുതൽ ചകിരിയിട്ട സ്ഥിതിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചകിരിയിൽ ഓൾറെഡി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി സ്യൂഡോമോണാസ് ലൈനിൽ കംപ്ലീറ്റ്ലി മുക്കി അതുപോലെ തന്നെ സ്യൂഡോമോണാസ് അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇതിന് ഡ്രെയിനായി പോയി ഉണങ്ങിപ്പോവും. ഇതുപോലെ ഇനി നിങ്ങൾ 3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇതിൽ വെള്ളം ഒഴിക്കാൻ പോകുള്ളൂ. കാരണം വെള്ളം പെട്ടെന്ന് ഒഴിച്ചാൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് പകരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പോട്ടിംഗ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ചട്ടി പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫെലിനോപ്സിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീടിൻ്റെ അകത്ത് വിൻഡോൻ്റെ സൈഡിൽ വയ്ക്കുമ്പോൾ ഇതുപോലൊരു വൈറ്റ് പോട്ട് നമ്മൾ ചൂസ് ചെയ്ത്, അടിയിൽ ഹോൾസ് ഒന്നും ഇല്ലാത്ത നോർമൽ വൈറ്റ് പോട്ട് ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ ചെറിയ വെട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് കംപ്ലീറ്റ്ലി ഇറങ്ങിയിരിക്കില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഈ ഹോൾസ് ഉള്ള പോട്ട് ഇതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ നല്ല ഒരു ബ്യൂട്ടി ഉണ്ടാവും. സോ ഇതൊരു ഡെക്കറേഷൻ ഐഡിയ ആണ്. നിങ്ങൾക്കൊരു എക്സ്ട്രാ പോയിൻ്റായിട്ട് അകത്ത് വയ്ക്കണം ഓർക്കിഡ് എന്നുള്ളവർക്ക് ഉള്ളൊരു പോയിൻ്റാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും അടിയിൽ പോയി കിടന്നോളും. ഇവിടെ വെള്ളം കിടക്കും. സോ വെള്ളം കെട്ടി നിൽക്കില്ല. അതിനുള്ളൊരു സ്പേസ് നമുക്ക് അടിയിലുണ്ട്. സോ നിങ്ങൾ അകത്ത് ഓർക്കിഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫെലിനോപ്സിസ് ഒക്കെ അകത്ത് വിൻഡോൻ്റെ സൈഡിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരിക്കലും ഹോൾ ഇല്ലാത്ത പോട്ടിൽ നമ്മൾ ഓർക്കിഡ് വയ്ക്കരുത്. സോ നമ്മുടെ റീപോട്ടിംഗ് പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്കിനി ഇതുപോലെ ബാൽക്കണിയുടെ അടിയിലോ സൺഷെയ്ഡിൻ്റെ അടിയിലോ റീപോട്ട് ചെയ്ത് ഓർക്കിഡ് തൂക്കിയിടാം.
കുറച്ച് ദിവസത്തേക്ക് ഡയറക്റ്റ് വെയിൽ ഒട്ടും അടിക്കാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇപ്പോൾ റീപോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വേര് പിടിച്ചിട്ടില്ല, പെട്ടെന്ന് വാടാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, കുറച്ച് 3 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക. കാരണം നമ്മൾ ആൻറ്റിഫംഗൽ ലായനി ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ ഈ വേരൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ. സെറ്റ് ആവണ വരെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റീപോർട്ടിംഗ് വീഡിയോ കഴിഞ്ഞു. ഞാൻ ഇനിയും ഓർക്കിഡ് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. സോ അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എന്ത് ഓർക്കിഡ് സംശയം ഉണ്ടെങ്കിലും അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.